അപ്പോൾ ഫുഡ് കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങനെ താജ്മഹലിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലോട്ടല്ല, ഇതിന് മാത്രമേ ടിക്കറ്റ് കിട്ടിയില്ല. ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങി കേട്ടോ. ഇപ്പം എല്ലാവരും ഒപ്പം നിന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. 41-42-36 നമ്മളിപ്പുള്ളത് താജ്മഹലിന്റെ മുന്നിലാണ്. ടിക്കറ്റ് എടുക്കുന്ന തിരക്കിലാണ്. ഒരു പണിയുമില്ല. 45 റുപ്യ. അപ്പി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പള്ളയെ കൂടിയിട്ടുണ്ട്. താജ്മഹലിന്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ വണ്ടികളുണ്ട്, നടക്കാൻ പറ്റാത്തവർക്ക്. ഇതിന് മാത്രമേ ടിക്കറ്റ് കിട്ടിയില്ല. അല്ലാതെ അതിനോട് തല്ല് കിട്ടിയ കളിച്ചും നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തതാണ്. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാർക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതും കൊണ്ട് എടുക്കുന്നത് തിരക്കൊന്നും ഇല്ലാത്തതും കൊണ്ട് നമുക്ക് വേഗം കിട്ടും ചെയ്യുക. ടിക്കറ്റ് കിട്ടി. അതെ, ടിക്കറ്റുമായിട്ട് ഷബാന വരുന്നുണ്ട്. ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടി. കമോൺ, ഇനി നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നു. എയർപോർട്ടിലൊക്കെ നിൽക്കുന്ന മാതിരിയാണ്. ഇവിടെ നിന്നൊരു ചെക്കിങ് കൂടിയും കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അങ്ങനെ താജ്മഹലിലെ കവാടത്തിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. ഞങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എപ്പോഴും എത്തി. ഇത് താജ്മഹലിൻ്റെ മുന്നല്ല കേട്ടോ ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുത്തും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു എന്താ പറയുക, ഒരു വാതിന് മാത്രം. അതായത് താജ്മഹലിന്റെ മുന്നിൽ, കവാടത്തിന്റെ മുന്നിൽ എന്താ താജ്മഹൽ വേണ്ടേ? എല്ലാവരുടെ വീഡിയോയിലും കാണുന്ന ഈ ഒരു സൈഡിൽ നിന്ന് മുന്നേ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കവാടത്തിന്റെ മുന്നിൽ തന്നെ മെയിൻ ഒരു മാപ്പൊക്കെ ഇവിടെ കാണാം. മുന്നടുക്കോ ഈല നടക്ക്. ആ പാട്ടല്ലേ ഇത് എന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതല്ല. ഒരിക്കലും നമുക്ക് അതിൻ്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞ് ഈ പള്ളി മൊത്തത്തിൽ, അതായത് താജ്മഹൽ മൊത്തത്തിൽ എടുക്കൽ നടക്കൂല. അപ്പം ഇവിടെ എവിടെയെങ്കിലും സൈഡായിട്ട് നിൽക്കും. ഇവിടെ നിന്നിട്ട് QX-ലൊക്കെ നല്ല സെറ്റപ്പിൽ എടുക്കാൻ പറ്റും. ആൾക്കാരും കുറവായിരിക്കും. ആ കാണുന്ന കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് മണയിൻ്റെ ഉള്ളിൽ കയറാൻ. അടുത്തത് നമ്മൾ പോകുന്നത് താജ്മഹലല്ലല്ലോ, താജ്മഹൽ കഴിഞ്ഞല്ലോ, താജ് മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലും കയറി ഞാൻ പുറത്തിറങ്ങി. മ്യൂസിയത്തിൻ്റെ ഉള്ളിലും ക്യാമറ അലോട്ടല്ല. എന്താ ചെയ്യുക? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് താജ്മഹലിൻ്റെ മുന്നിൽ കൂടിയുള്ള വെസ്റ്റേൺ ഗേറ്റിൻ്റെയൊക്കെ പയ്യ കോലങ്ങളൊക്കെ കേട്ടോ. അതുപോലെ ഇപ്പം ഉണ്ടാക്കുന്നത് ഓരോന്നും ചിത്രം എടുത്തും കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ ഉള്ള സംഭവങ്ങളൊക്കെ കേട്ടത്. ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് സാധനങ്ങളും ഫസ്റ്റ് എങ്ങനെയാണോ ഇപ്പം എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവളൊക്കെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. താജ്മഹലിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലോട്ടല്ല, അതുകൊണ്ട് നമുക്ക് ക്യാമറ യൂസ് ആക്കാൻ പറ്റിയിട്ടില്ല. പുറത്തുള്ള കുറച്ച് വ്യൂസും കാര്യങ്ങളും. പിന്നെ ഇവിടെ വേറെ പുതിയ എന്തൊക്കെ സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഗൈസ് താജ്മഹൽ ഇങ്ങനെ വിചാരിച്ച മാതിരി എങ്ങനെയുണ്ട്? താജ്മഹൽ കാണാൻ രസമുണ്ട്.
അപ്പോൾ ഇനി ആഗ്ര ഫോർട്ട് കൂടി ഒന്ന് കവർ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആഗ്ര ഫോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഗായ്സ് ആഗ്ര ഫോർട്ടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. എല്ലാവരും നടന്ന് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. നമ്മൾ കയറി വരുന്നിട്ടുള്ള ഒരു കാഴ്ചാട്ടോ ആഗ്ര ഫോർട്ടിൽ. മെയ്വന്ത വേറൊന്നുമല്ല ഗൈസ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ആയിക്കോട്ടെ താജ്മഹൽ ആയിക്കോട്ടെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഗൈഡ്സ് നമ്മളെ വീക്കിൽ കൂടും. അത് പറഞ്ഞുതരാം ഇത് പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ആവശ്യമില്ല. ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ അവിടെ തന്നെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ താജ്മഹൽ ചരിത്രങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ കുറേ കണ്ടതാണ്. 200 രൂപ 900 രൂപ കൊടുക്കണം ഓരോ ഗൈഡിനൊക്കെ നമ്മളിവിടെ കൂടുന്നതിന്. എൻ്റെ നല്ലത് നമുക്ക് തന്നെ കാണാവുന്ന സ്ഥലങ്ങൾ മാത്രം തന്നെ നട്ടത്. എൻ്റെ ചരിത്രമൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു തരാം. അങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇതാ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ ഈ ഒരു ഗ്യാപ്പ് കൂടി മേലോട്ടൊരു വഴിയുണ്ട് ഗൈസ്. നമുക്കൂടി കയറി നമ്മളതിൻ്റെ മേത്തുനിന്ന് സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ ഇടത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്ന സ്ഥലമാട്ടോ ഗൈസ്. ഇതൊരു പള്ളി തന്നെയാണ്. മൊത്തം എന്താ പറയുക മാർബിൾ കൊണ്ട് നിർമ്മിച്ച സംഭവം കേട്ടോ. ഷാജഹാൻ ചക്രവർത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച സംഭവം. ഈ ആഗ്ര ഫോർട്ടിൻ്റെ മേത്തുനിന്ന് താജ്മഹൽ അത് മറ്റേ ചീത്ത പറഞ്ഞത് അത് നോക്കണ്ട. താജ്മഹലിൻ്റെ ഒരു വ്യൂ കാണുന്നുണ്ടില്ല ഗൈസ്. ഈ ആഗ്ര ഫോർട്ടിൻ്റെ മേത്തലാട്ടോ കൊരിക്കുന്നുണ്ട്. സോറി അതാ കാണുന്നതാട്ടോ താജ്മഹൽ. ഏതടാ വാങ്ങി വീഡിയോ ഒക്കെ ചെയ്തും കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വലിയ ഒന്നുമില്ല. ഈ സംഭവം കണ്ടോ പുറത്തുനിന്നുള്ള വ്യൂ ആണോ മൊത്തം ആഗ്ര ഫോർട്ടാ. ഇങ്ങനത്തെ കുറേ ഫോട്ടോകളും പിന്നെ കുറേ ചരിത്രങ്ങളും തന്നെ മെയിനായിട്ടുള്ളത്. പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കുറേ ചെരുപ്പിൻ്റെ കണ്ടപ്പോൾ പെണ്ണുങ്ങൾ ചെരുപ്പ് വേണം. റൂമിലെത്തിയും ഇന്നത്തെ ആഗ്ര ഫോർട്ട് താജ്മഹൽ കണ്ട് റൂമിലെത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതെന്താ ഫ്രൈഡ് റൈസ് ചിക്കനാണ് പറഞ്ഞത്. ഓള് പറഞ്ഞാൽ മേഗി ഇതാക്കുന്ന ആടാ. അപ്പോൾ ഫുഡ് കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നാളെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ.